ഏതെങ്കിലും പ്രിൻ്റ് വെക്കുന്ന കേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയി നോക്കുന്നത് പിൻട്രസ്റ്റിലായിരിക്കും അല്ലേ. കാര്യം പിൻട്രസ്റ്റിലില്ലാത്ത കളക്ഷൻസൊക്കെ വളരെ കുറവാണ്. കാര്യം നമ്മൾ ഏത് പ്രിൻ്റ് കൊടുത്താലും അതിനകത്ത് അതിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കൊരു ടോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷേപ്പിൽ എന്താ പറയുക കറക്റ്റ് ഒരു ടോപ്പർ അല്ലെങ്കിൽ പ്രിൻ്റ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു കേക്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും പിൻട്രസ്റ്റിനകത്ത് ഇങ്ങനെ ഒരു കാർട്ടൂണോ പ്രിൻ്റോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. കസ്റ്റമറിനാണെങ്കിൽ ഇത് തന്നെ വേണം. എന്തിനാ ആ കുഞ്ഞാവയ്ക്ക് എന്താ പറയുക ഈ ബാനു ബബ്ലു എന്ന് പറയുന്ന കാർട്ടൂണാണ് ഭയങ്കര ഇഷ്ടം. എനിക്കിതിൽ വേറൊരു ഓപ്ഷനൊന്നുമില്ല, എങ്ങനെ പ്രിൻ്റ് എടുക്കണമെന്നും അറിയത്തില്ല. അവസാനം നമ്മുടെ ഗൂഗിളിനെ തന്നെ ശരണം പ്രാപിച്ചിട്ട് ഗൂഗിളിൻ്റെ ഉള്ളിൽ ഈ യൂട്യൂബിൻ്റെ എന്താ പറയുക വീഡിയോസിൽ കുറച്ച് പിക്ചേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വീഡിയോ ഓൺ ചെയ്താൽ അത് വീഡിയോ ആയിട്ടേ വരത്തുള്ളൂ. പക്ഷേ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ചെയ്തത്. അങ്ങനെ എടുത്ത് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് കറക്റ്റ് ഒരു ഷേപ്പോ എന്താ പറയുക ഒരു ഔട്ട്ലൈനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് വെട്ടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എവിടെ എങ്ങനെ വെട്ടണം കറക്റ്റ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ കാണുന്ന പിക്ചറൊക്കെ ഞാൻ അതിനകത്തുനിന്ന് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതിനകത്ത് മാച്ച് ചെയ്യുമെന്ന് കരുതി ഞാൻ എടുത്ത കുറച്ച് പ്രിൻ്റ് ആയിരുന്നു. അപ്പോൾ 2 ടയർ ആയിട്ട് ആ കേക്ക് ചെയ്തേക്കണേ 2 kg ആണ്. ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇതിൽ കൊടുത്തേക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ബ്രില്യൻ ഗ്രീൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. എനിക്ക് എന്താണെന്നറിയില്ല ഈ ഗ്രീനിനോടൊരു വല്ലാത്തൊരു ഇഷ്ടമായിട്ടോ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഈ ഇതിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ഗ്രീനിൽ. അപ്പോൾ ഇങ്ങനെ ഈ വെട്ടിയെടുത്ത സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്താ പറയുക വളരെ ക്ലാരിറ്റിയൊന്നും അല്ലാതെ ചതുരം പോലെയും റെക്റ്റാങ്കിളൊക്കെ പോലെയാണ് ഇതിൻ്റെ പ്രിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഭംഗി എന്താ പറയുക തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വെട്ടിയെടുത്ത കുറേ ലീഫൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ഒരു കാർഡിൻ്റെ എഫക്റ്റ് പോലെയൊക്കെ കൊടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് കിട്ടിയ ഫ്ലവേഴ്സ് തന്നെയായിരുന്നു, ചെമ്പരത്തി പൂവായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ടോപ്പർ കൂടി വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ കേക്ക് ചെയ്ത് ഫൈനൽ എന്താ പറയുക ചെയ്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര ലുക്കായിരുന്നു. പക്ഷേ എന്നാലും പിൻട്രസ്റ്റിനകത്ത് ഇല്ലാത്ത പ്രിൻ്റും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു കേക്ക് ചെയ്തപ്പോഴാണ് കേട്ടോ.